நம சிவாய வாழ்க. നാഥന്റെ പാദം വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവ്യദർശനം നാം ഇനി കാണാൻ പോവുകയാണ്. ചിദംബരത്തിലെ നടരാജ നൃത്തം നാം ഇനി കാണാൻ പോവുകയാണ്. ചിൽസഭാ നൃത്തത്തിൽ നാം നമ്മുടെ ജീവിത സാഫല്യം കണ്ടെത്തുകയാണ്. ആ ചിൽസഭാ നൃത്തത്തിൽ നമ്മെ കൂടി പങ്കെടുപ്പിക്കുകയാണ് മാണിക്യവാചകസ്വാമി ഈ നൃത്ത ദർശനത്തിൽ ചെയ്യുന്നത്. അപ്പോൾ മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവ്യമായ ഒരു ദർശന സുഖത്തിലേക്ക് നാം എത്തിപ്പെടുകയാണ്. നൃത്തദർശനം. ഇന്ദ്രിയമഞ്ചിനും കീഴ്പ്പെട്ട് ചിത്തംബരത്തിൽ ചെന്ന് അലഞ്ഞ് അന്തമില്ലാ നരകത്തിലാഴുമെൻ്റെ ചിന്തയെ തെളിയിച്ച് ആത്മബോധത്താൽ എന്നെ ആനന്ദമേകി എൻ്റെ ചിൽസഭാ നൃത്തം ഞാൻ കണ്ടേ. ഞാനിതാ ചിൽസഭാ നൃത്തം കാണുന്നു. ഭഗവാൻ ശിവൻ്റെ ആ ചിത്താകുന്ന അമ്പരത്തിലെ ആ മഹനീയ നടനം ഞാനിതാ കാണുന്നു. ഇന്ദ്രിയമഞ്ചിനും കീഴ്പ്പെട്ട് ചിത്തംബരത്തിൽ ചെന്നലഞ്ഞ് അന്തമില്ലാ നരകത്തിലാഴുമെൻ്റെ ചിന്തയെ തെളിച്ച് ആത്മബോധത്തെ തന്നവനാണ് ശിവഭഗവാൻ. അപ്പോൾ 5 ഇന്ദ്രിയങ്ങൾക്കും പഞ്ചേന്ദ്രിയങ്ങൾക്കും അടിമയായി ഞാൻ നരകത്തിലാണ്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ നരകാബ്ധിയിൽ വീണ് കിടക്കുന്ന എന്നെ, പഞ്ചേന്ദ്രിയങ്ങളുടെ അടിമയായ എന്നെ, എൻ്റെ ചിന്തയെ തെളിച്ച് ആത്മബോധം എനിക്ക് നൽകി. അങ്ങനെ ഭഗവാൻ എനിക്ക് ആത്മബോധം നൽകി. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ ആക്രമണത്തെ ഇല്ലാതാക്കി പഞ്ചേന്ദ്രിയങ്ങളാകുന്ന മറകളെ തകർത്തുകൊണ്ട് എനിക്ക് ആത്മബോധം നൽകി. എന്നിട്ട് എനിക്ക് ആനന്ദമേകി. അനന്തമായ അന്തമില്ലാത്ത ആനന്ദസുഖം നൽകി എനിക്ക് ചിൽസഭാ നൃത്തം കാണിച്ചു തന്നു. അപ്പോൾ ചിദംബരത്തിലാടുന്ന ആ ചിൽസഭാ നൃത്തം ഞാൻ കണ്ടു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മുൻജന്മമൂലമുണ്ടാം ജന്മദുഃഖത്തിൽപ്പെട്ട് തന്നുള്ളിൽ ഈശനെ കണ്ടിടാതെ അന്ധനാകും എന്നെ പിന്നെ എങ്ങനെയോ കൈകൊണ്ട് അനുഗ്രഹിച്ച് മന്നന്തൻ മഹാദിവ്യ ചിൽസഭാ നൃത്തം കണ്ടേൻ. ഈ മഹാചിൽസഭാ നൃത്തം ഞാൻ കണ്ടപ്പോൾ എൻ്റെ മുൻജന്മം മൂലമുണ്ടായ എല്ലാ ജന്മദുഃഖങ്ങളെയും ഈശൻ പരിപൂർണമായി ഇല്ലാതാക്കി. അങ്ങനെ അന്ധനായ എനിക്ക് പ്രകാശത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശനം നൽകി. എന്നെ കൈക്കൊണ്ടു. അങ്ങനെ എന്നെ ആൾക്കൊണ്ടു. എന്നെ കൈക്കൊണ്ട അല്ലയോ ഭഗവാൻ, അങ്ങയുടെ ചിൽസഭാ നൃത്തം, ചിദംബരത്തെ ആ ചിൽസഭാ നൃത്തം ഞാനിതാ കൺകുളിർക്കെ ആനന്ദ നിർവൃതിയോടെ എല്ലാം മറന്ന് ശിവ സായുജ്യത്തിൽ മുഴുകി ഞാൻ ആ ദർശനം കാണുകയാണ്. സ്വസ്വരൂപത്തെ തെല്ലും കാണാതിരുന്ന കാലത്ത് ഔത്സുക്യത്തോടെ എൻ്റെ ബോധത്തിൽ പ്രവേശിച്ച് ആശീർവദിച്ചോനെ, നിൻ്റെ മംഗളസ്വരൂപത്തെ ആശിച്ച പോലെ കണ്ടേൻ ചിൽസഭാവേദിയിൽ. ഞാൻ എങ്ങനെയാണോ നിന്നെ കാണണമെന്ന് ആഗ്രഹിച്ചത് ആ ജ്യോതിസ്വരൂപനായ ശിവൻ്റെ ആ നൃത്തവിശേഷം ഞാനിതാ ചിൽസഭയിൽ കാണുകയാണ്. സ്വരൂപത്തെ തെല്ലും കാണാതിരുന്ന എനിക്ക് ആ സ്വസ്വരൂപത്തെ കാണിച്ചു തന്നു. ആ ചിൽസഭാ നൃത്തം എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ എന്നെ ആശീർവദിച്ചു. അങ്ങനെയുള്ള നിൻ്റെ മംഗളസ്വരൂപത്തെ ആശിച്ച പോലെ ഞാൻ കണ്ടേൻ ചിൽസഭാവേദിയിൽ.
അല്പജ്ഞനായി പീറനായിരുന്ന ഞാൻ സർവജ്ഞനായി തീർന്നത് എല്ലാവരും കാണുമാറായി. ബന്ധത്തോടെൻ്റെ അജ്ഞാനത്തെയും തൊലച്ചവനെ സർവരും തൊഴും നിൻ്റെ ചിൽസഭാ നൃത്തം ഞാൻ കണ്ടു. നിൻ്റെ ചിൽസഭാ നൃത്തം ഞാൻ കണ്ടു. അല്പജ്ഞനായ എന്നെ ജ്ഞാനിയാക്കി സർവജ്ഞനാക്കി മാറ്റി നീ. അപ്പോൾ നിസാരനായ എൻ്റെ അല്പമായ ജ്ഞാനത്തെ ഇല്ലാതാക്കി സമ്പൂർണ്ണ സർവജ്ഞാനവും എനിക്ക് നൽകി. ഇത് കണ്ടിട്ട് ജനങ്ങൾ എൻ്റെ അജ്ഞാനം മാറി വിജ്ഞനായ ഈ അവസ്ഥ കണ്ടിട്ട് ജനങ്ങളെല്ലാം പാടിപ്പുകഴ്ത്തി. എല്ലാവരും കാണുമാറായ രീതിയിൽ അവർ എൻ്റെ ഈ സർവജ്ഞാനത്തെ പാടിപ്പുകഴ്ത്തി. അങ്ങനെ എല്ലാ ബന്ധങ്ങളും ഇല്ലാതായി. അജ്ഞാനം എന്നിൽ നിന്ന് മാറി. സർവരും തൊഴും നിൻ്റെ ചിൽസഭാ നൃത്തം കണ്ടേൻ. സകലരും ദേവന്മാരും അതേപോലെ തന്നെ ദേവാധിദേവന്മാരും എല്ലാം തൊഴുതുകൊണ്ട് നിൽക്കുന്ന ആ ചിൽസഭാ നൃത്തം ഞാൻ കണ്ടു. വർണ്ണവംശാഭിമാന ചുഴിയിൽപ്പെട്ട് തന്നറിവും നശിച്ച് നായെപ്പോലിരുന്ന എന്നെ ഞാൻ എൻ്റേതെന്നും മറ്റും ചിന്തയെ മാറ്റി ജന്മം തീർക്കും മരുന്നാ നിൻ്റെ ചിൽസഭാ നൃത്തം കണ്ടു. എൻ്റെ ജന്മത്തെ പരിപൂർണമായി ഇല്ലാതാക്കുന്ന ആ ചിൽസഭാ നൃത്തം ഞാൻ കണ്ടു. ഇതേവരെ ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു? വർണ്ണവംശാഭിമാന ചുഴിയിൽപ്പെട്ട് വീണ് നശിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ അറിവും നശിച്ച് നായയെപ്പോലെ കഴിഞ്ഞിരുന്ന എന്നെ അങ്ങ് എൻ്റെ എല്ലാ ചിന്തകളെയും മാറ്റി എൻ്റെ ജന്മദുഃഖത്തെ പരിപൂർണമായി ഇല്ലാതാക്കി എന്നെ സർവജ്ഞനാക്കി അങ്ങ് മാറ്റി ജ്ഞാനോദയം എനിക്ക് നൽകി. ഈ മഹാഭാഗ്യത്തെ ഞാൻ എങ്ങനെയാണ് വാഴ്ത്തേണ്ടത്? ഞാനിപ്പോൾ സദാസമയവും ചിൽസഭാ നൃത്തം കണ്ടുകൊണ്ട് ആനന്ദലഹരിയിൽ മുഴുകിക്കഴിയുന്നു. എൻ ശത്രുമിത്രഭാവം മാറ്റി എൻ ജന്മം മാറ്റി ആശീർവദിച്ച നാഥ, തില്ലയിൽ കണ്ടേ നിന്നെ ചിൽസഭ തന്നിൽ. നിന്നെ ഉമ്പനും സിദ്ധന്മാരും അഞ്ജലി കൂപ്പി പ്രാർത്ഥിച്ചു നിൽക്കുന്ന മട്ടിൽ ഞാൻ കണ്ടു. അപ്പോൾ ദേവേന്ദ്രനും അതേപോലെ തന്നെ മറ്റു ദേവന്മാരും സിദ്ധന്മാരുമെല്ലാം അഞ്ജലി കൂപ്പി അങ്ങയെ പ്രാർത്ഥിച്ചു നിൽക്കുന്നത് ചിൽസഭയിൽ ഞാനിതാ കാണുന്നു. അനേകം ദേവന്മാരും ദേവേന്ദ്രനും ഇതാ അങ്ങയെ കൈകൂപ്പി അഞ്ജലി കൂപ്പി പ്രാർത്ഥിച്ചു നിൽക്കുന്ന ആ കാഴ്ച ഞാൻ കാണുന്നു. അതോടെ എൻ്റെ ശത്രുമിത്രഭാവം പൂർണ്ണമായും ഇല്ലാതായി. എന്നിട്ട് അങ്ങ് അല്ലയോ നാഥ എന്നെ ആശീർവദിച്ചു. തില്ലയിൽ ഞാൻ നടനമാടുന്ന ശിവൻ്റെ ആ മഹനീയ നൃത്തവിശേഷം കൺകുളിർക്കെ കാണുന്നു. എന്മല ബന്ധത്തെയും മൂഢത്വത്തെയും മാറ്റി നിർഗുണനെന്ന് ലോകം ചൊല്ലിയിടുമാറാക്കി തീർത്ത് ചിന്താഭാഷത്താൽ എന്നെത്തൻ കാലിൽ തളച്ചിട്ട സർവജ്ഞനായ നിൻ്റെ ചിൽസഭാ നൃത്തം ഞാൻ കണ്ടു. നിൻ്റെ സർവജ്ഞനായ അല്ലയോ ഭഗവാൻ അങ്ങയുടെ ചിൽസഭയിലെ ആ ാകുന്ന അമ്പരത്തിലെ നൃത്തം ഞാനിതാ കാണുന്നു. അതോടെ എൻ മലബന്ധത്തെയും മൂഢത്വത്തെയും പൂർണ്ണമായി അങ്ങ് മാറ്റി എന്നെ നിർഗുണനാക്കി മാറ്റി. സാധനശീലിക്കാത്തൊരെൻ്റെ കർമ്മദുഃഖമെല്ലാം നീ ഏറ്റെടുത്ത് ബന്ധമറ്റോനാക്കി തീർത്തു. തോരാത്ത സ്നേഹവർഷം എന്മേൽ പെയ്തുള്ളിൽ വേദം നാലും മുഴങ്ങും ശബ്ദം കേട്ടേ ഞാൻ ചിൽസഭയിലെ അങ്ങയുടെ നൃത്തവിശേഷത്തിൻ്റെ ആ ധ്വനിവിശേഷം 4 വേദങ്ങളും മുഴങ്ങുന്ന ആ ദിവ്യമായ നാദം ഞാനിതാ കേൾക്കുന്നു. സാധനാശീലിക്കാത്തൊരെൻ്റെ കർമ്മം ദുഃഖമെല്ലാം അങ്ങ് മാറ്റി. ഞാൻ യാതൊരു സാധനയും ചെയ്യാത്തവനാണ്. എന്നിട്ടും അങ്ങ് എൻ്റെ എല്ലാ കർമ്മദുഃഖങ്ങളെയും ഇല്ലാതാക്കി. നീ എല്ലാം ഏറ്റെടുത്തു. എന്നിട്ട് എൻ്റെ ബന്ധനത്തിൽ നിന്ന് പരിപൂർണമായി മോചിപ്പിച്ചു. 1000 ആശയ്ക്കുള്ളിൽ വീണ് ഞാൻ അജ്ഞനായി കർമ്മങ്ങൾ ചെയ്യുവതിൽ ഭവിഷ്യത്തോർത്തിടാതെ പാഴായൊരെന്നിൽ ആനന്ദത്തെ
ചൊരിഞ്ഞ നിന്നെ വാനോർ വണങ്കാഴ്ച ചിൽസഭ തന്നിൽ കണ്ടേൻ. വാനോർ ദേവന്മാർ വണങ്ങുന്ന ആ ചിൽസഭാ നൃത്തം ഞാനിതാ കാണുന്നു. ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു? 1000 ആശയ്ക്കുള്ളിൽ വീണ് ഞാൻ അജ്ഞനായി കഴിഞ്ഞ് കർമ്മങ്ങൾ ചെയ്യുകയായിരുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് ഞാൻ ഓർത്തിരുന്നില്ല. പക്ഷേ എന്നിട്ടും അല്ലയോ ഭഗവാൻ, അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് എന്നെ ആശകളിൽ നിന്ന് വിമോചിപ്പിച്ചുകൊണ്ട് അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനലോകത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് എൻ്റെ കർമ്മങ്ങളുടെയും കർമ്മഫലങ്ങളുടെയും വേരുകളെല്ലാം അറുത്തുകൊണ്ട് പാഴായൊരെന്നിൽ ആനന്ദത്തെ നീ ചൊരിഞ്ഞു. സർവാനന്ദത്തിൽ നീ എന്നെ ലയിപ്പിച്ചു. അങ്ങനെ ആനന്ദലഹരിയിൽ, ശിവാനന്ദ ലഹരിയിൽ ഞാനിതാ ചിൽസഭാ നൃത്തം കൺകുളിർക്കെ കാണുകയാണ്. അങ്ങനെ ചിദംബരത്തെ ചിൽസഭാ നൃത്തം നമുക്ക് മാണിക്യവാചകസ്വാമി കാണിച്ചു തരികയാണ്. ചിൽസഭയിൽ നടനമാടുന്ന ആ ശിവൻ്റെ കമനീയ നടന കേളി നാം കണ്ട് നാം ജന്മദുഃഖങ്ങളെ പൂർണ്ണമായി മറുത്ത് കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരാണോ ഈ തിരുവാചകം പൂർണ്ണമായും കേട്ടത്, അവരുടെ എല്ലാം ജന്മദുഃഖങ്ങൾ ഇതോടെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പാപങ്ങൾ അത്രയും കഴുകിക്കളഞ്ഞിരിക്കുന്നു. അവർ ഇന്ന് അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ ശിവപ്രപഞ്ചത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതോടെ ഒരു സാധകൻ ശിവജ്ഞാനബോധത്തിൻ്റെ അത്യുന്നതമായ തലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ തിരുവാചകത്തിലൂടെ നമ്മെ ജ്ഞാനത്തിൻ്റെ, ശിവജ്ഞാനത്തിൻ്റെ അത്യുന്നതമായ ലോകത്തിലേക്ക് ആനയിച്ച മാണിക്യവാചകസ്വാമിയെയും ഈ തിരുവാചകം എല്ലാ ദിവസവും പതിവായി കേട്ടുകൊണ്ടിരുന്ന അപൂർവം ചിലരുണ്ടായിരുന്നു. എല്ലാവർക്കും ശിവൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവാചകം ഇന്നത്തോടെ അവസാനിക്കുകയാണ്. അങ്ങനെ തിരുവാചകത്തിലൂടെ നാം ചിൽസഭാ നൃത്തം എപ്പോഴും കൺകുളിർക്കെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇനി നമ്മുടെ ജീവിതം മുഴുവനും ഈ നൃത്തവിശേഷത്തിൽ ലയിച്ചുകൊണ്ട് ആനന്ദ നിർവൃതിയിൽ, പരമാനന്ദ നിർവൃതിയിൽ, ശിവാനന്ദ ലഹരിയിൽ നാം മുഴുകിക്കഴിയുന്നു. ഇനി നമുക്ക് പാപങ്ങളില്ല, ഇനി നമുക്ക് ദുഃഖങ്ങളില്ല, ഇനി നമുക്ക് ചിന്തകളില്ല, ഇനി നമുക്ക് സങ്കല്പങ്ങളില്ല. എല്ലാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സ്വർഗീയമായ നിർവൃതിയിൽ, ഈ ആനന്ദ നിർവൃതിയിൽ, ശിവാനന്ദ ലഹരിയിൽ തിരുവാചകം നമുക്ക് അവസാനിപ്പിക്കാം. ഓം ശിവായ നമഃ.